Hello everyone, welcome back to Xylem, welcome back to the world of English. So ഇന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഗ്രാമറാണ്. നമ്മുടെ പരീക്ഷ ഇങ്ങ് അടുത്തെത്തി കഴിയുമ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സൊക്കെ വായിച്ച് ഡിസ്കോഴ്സുകളൊക്കെ എഴുതി പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ഗ്രാമർ അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പേടി സ്വപ്നമായിട്ട്. നമ്മളതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഈ അക്കാദമിക് ഒരു തുടങ്ങുമ്പോൾ തന്നെ ഉറപ്പാണ് ഗ്രാമർ നമ്മൾ ഗംഭീരമായി വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം maximum number of questions practice ചെയ്യുക എന്നുള്ളതാണ്. And in this video we are going to do exactly the same. കാരണം the danger of a single story എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 6 ഗ്രാമർ ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. So this is a crucial video for you. I want you to watch the video till the end and make sure that you put your feedbacks in the comment box and you share this video link to your friends and do like the video if it is helpful. Okay, then let's move on to the first question. 2019 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. റീഡ് ദ കോൺവെർസേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. റിപ്പോർട്ടർ സ്പീച്ച് ആണ്. മരിയ ചോദിക്കുന്നു. മരിയ എന്ന് പറഞ്ഞാൽ അഡിച്ചിയുടെ ചിമമാണ്ട ഇങ്കോസി അഡിച്ചിയുടെ ഫ്രണ്ടാണ്. കുഡ് ഐ ലിസൺ ടു യുവർ ട്രൈബൽ മ്യൂസിക് ചോദ്യമാണ്. ചിമമാണ്ട ആരാ? ചിമമാണ്ട അഡിച്ചിയാണ്. അഡിച്ചി പറയാണ് നോ ഐ നോർമലി ലിസൺ ടു ഇംഗ്ലീഷ് പോപ്പ് സോങ്സ്. സോ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചത്. ആൻഡ് ദിസ് വാസ് എ ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ ഓർ ദിസ് ഈസ് എ ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇതിൽ നമ്മൾ ആദ്യം എ പാർട്ട് ചെയ്യാൻ പോവാണ്. വാട്ട് ഡിഡ് മരിയ ആസ്ക്? എന്താണ് മരിയ ചോദിച്ചത്? സ്റ്റെപ്പ് നമ്പർ 1, ഹൂ ആസ്ക്ഡ് ഹും? ആരോട് ചോദിച്ചു? ആരോടാണ് ചോദിച്ചത്? മരിയ ആസ്ക്ഡ് ചിമമാണ്ട. ഓക്കെ. സ്റ്റെപ്പ് നമ്പർ 2, റൈറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ലിങ്കിങ് വേർഡ്. നോക്കൂ, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ലിങ്കിങ് വേർഡ് നിങ്ങൾക്ക് ഒന്നുകിൽ ഇഫ് എഴുതാം അല്ലെങ്കിൽ വെദർ എഴുതാം. ഞാനിവിടെ ഇഫ് എഴുതുന്നു. സ്റ്റെപ്പ് നമ്പർ 3, റൈറ്റ് ദ സബ്ജക്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലിങ്കിങ് വേർഡ്. ലിങ്കിങ് വേർഡ് കഴിഞ്ഞ ഉടനെ എന്ത് എഴുതുക? സബ്ജക്റ്റ് എഴുതുക. കുഡ് ഐ ലിസൺ എന്നാണ് ചോദിച്ചത്. സോ ഐ ആണ് സബ്ജക്റ്റ്. ഐ എന്നുള്ളത് മരിയ ആയതുകൊണ്ട് ഐ എന്താവുന്നു? ഷീ ആവുന്നു. സ്റ്റെപ്പ് നമ്പർ 4, സബ്ജക്റ്റിന് ശേഷം നിങ്ങൾക്ക് സെൻറ്റൻസിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക. നോക്കി, ഇവിടെ കുഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും ലിസൺ എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. നിങ്ങൾ കുഡിനെയാണോ പാസ്റ്റിലേക്ക് മാറ്റാൻ പോകുന്നത്? ലിസണിനെയാണോ? യെസ്, ഓക്സിലറി വേർബിനെയാണ് മാറ്റേണ്ടത്, കുഡിനെയാണ് മാറ്റേണ്ടത്. പക്ഷേ കുഡിനെ മാറ്റാൻ പറ്റില്ല. കാരണം എന്താ? വില്ല് വന്നാൽ വുഡാണ്, വുഡ് വന്നാൽ വുഡ് തന്നെ. ഷോൾ വന്നാൽ ഷുഡാണ്, ഷുഡ് വന്നാൽ നോ ചേഞ്ച്, ഷുഡ് തന്നെ. ക്യാൻ വന്നാൽ കുഡാണ്, കുഡ് വന്നാലോ കുഡ് തന്നെ. അപ്പോൾ ഒരു മാറ്റവും വരുത്താതിരിക്കാനാണ് നിങ്ങളവിടെ ശ്രമിക്കേണ്ടത്. കുഡ്. ഇനി ലിസൺ എന്തെങ്കിലും മാറ്റം വരുമോ? അബ്സല്യൂട്ട്ലി നോ. കാരണം എന്താ? മെയിൻ വേർബിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഫ് ഷീ കുഡ് ലിസൺ ടു യുവർ ട്രൈബൽ മ്യൂസിക് എന്നുള്ളത് എന്താവും? ഹെർ ട്രൈബൽ മ്യൂസിക് എന്നാവും. ഓക്കെ ആണേ, ഫുൾ സ്റ്റോപ്പ്. ഇനി ഇതിൻ്റെ ബി പാർട്ട്, ചിമമാണ്ട റിപ്ലൈഡ്. അപ്പോൾ ഇവിടെ ഒരു നോ ഉണ്ട്. അതായത് നിങ്ങളുടെ ആൻസർ യെസ്സിലോ നോയിലോ ആണ് തുടങ്ങുന്നതെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ നമുക്ക് എങ്ങനെയാണ് നോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ. ചിമമാണ്ട റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചില ടീച്ചേഴ്സ് പറയും ചിമമാണ്ട റിപ്ലൈഡ് നെഗറ്റീവ്ലി ഇങ്ങനെ എഴുതണം, ആൻഡ് ആഡഡ് ദാറ്റ്. ഇത് വേണമെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. ആൻഡ് ആഡഡ് ദാറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ദാറ്റ് എഴുതിയത്? കാരണം ഈ പറയുന്ന ആൻസർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. ദാറ്റ്. ഐ സബ്ജക്റ്റ്, ലിങ്കിങ് വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതണം. ഐ എന്നുള്ളത് ഷീ എന്നാവും. നോർമലിക്ക് എന്തെങ്കിലും മാറ്റം വരും? ഇല്ല, നോർമലി വേർബ് അല്ല. നോർമലി ലിസൺ. നോക്കി, ഇവിടെ വന്നിരിക്കുന്നത് ലിസൺ എന്ന് പറഞ്ഞ V1 ഫോമാണ്. സോ V1 വന്നാൽ എന്തിലേക്ക് മാറ്റണം? V2ലേക്ക് മാറ്റണം. സോ ഷീ നോർമലി ലിസൺ എന്നുള്ളത് എന്താവും? ലിസൺ ടു ഇംഗ്ലീഷ് പോപ്പ് സോങ്സ് എന്നാവും. ഇംഗ്ലീഷ് പോപ്പ് സോങ്സ് എന്നാവും. സോ ഐ ബിലീവ് നിങ്ങൾക്ക് 2 ആൻസറും കറക്റ്റ് ആണെന്ന്. ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ പറയണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി ആണോ? യെസ്. സോ പീപ്പിൾ, ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് 2022 സെക്കൻഡ് ടേമിന് ചോദിച്ച ചോദ്യമാണ്. എഡിറ്റിംഗ് ആണ്. നോക്കൂ, ഇവിടെ 4 എറേഴ്സ് തന്നിട്ടുണ്ട്. ആ എറേഴ്സ് കറക്റ്റ് ചെയ്യണം. ഓക്കെ, കീപ്പ് ഇറ്റ് സിമ്പിൾ. Atuchi had never been outside Nigeria. എന്താണ് അവിടെ പ്രശ്നം? ബീയിങ് എന്ന് പറഞ്ഞാൽ ING ഫോമാണ്. ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ING ഫോമാണ്. നമുക്കറിയാം ഹാസ്
have and had will always be followed by V3 form of the verb. അപ്പോൾ പ്രശ്നമാണ് being എന്നുള്ളത് ing ആണ്. അപ്പോൾ അതിൻ്റെ V3 ഏതാ? നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, BE ആണ് V1, BE ആണ് V1, wasഉം വേറും V2 ആണ്, being ing ആണ്. അപ്പോൾ V3 ഏതാ? been ആണ് V3. ഏതാണ്? been ആണ് V3. ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ നമുക്ക് കിട്ടി. ഹാഡ് നെവർ ബീൻ എന്നൊരിക്കലും വരില്ല. എന്തേ വരുള്ളൂ? ഹാഡ് നെവർ ബീൻ എന്നേ വരുള്ളൂ. ഓക്കെ. രണ്ടാമത്തത്, ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അറ്റ് ദ ഏജ് ഓഫ് 7. ഹെർ മദർ വാസ് ഒബ്ലിഗേറ്റഡ്. എന്താ പ്രശ്നം? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഒബ്ലിഗേറ്റഡിൻ്റെ സ്പെല്ലിങ് ഇത്രയേ ഉള്ളൂ. അവിടെ ഐയും കൂടെ എന്ത് ചെയ്താൽ മതി? സ്വാപ്പ് ചെയ്താൽ മതി. ഒബ്ലിഗേറ്റഡ് എന്നാണ് കറക്റ്റ്. സോ രണ്ടാമത്തെയും കിട്ടി. മൂന്നാമത്തത്, obligated to read most of her stories were contain characters. were contain, അതായത് നിങ്ങൾ സ്റ്റോറീസിനെ കുറിച്ച് പറയുമ്പോൾ വേർ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. അതൊരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴല്ലേ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഏതാ? വിച്ച് കണ്ടെയ്ൻഡ് ആണ്. വിച്ച് കണ്ടെയ്ൻഡ് ആണ്. ഇനിയോ ക്യാരക്ടേഴ്സ് ദാറ്റ് വാസ്. എന്താ പ്രശ്നം? ഇവിടെ നോക്കിയേ, ക്യാരക്ടേഴ്സ് എന്നുള്ളത് പ്ലൂരലാണ്. ക്യാരക്ടേഴ്സ് എന്നുള്ളത് എന്താണ്? പ്ലൂരലാണ്. സോ പ്ലൂറലിൻ്റെ കൂടെ ഒരിക്കലും സിംഗുലർ ഓക്സിലറി വേർബായിട്ടുള്ള വാസ് പറ്റില്ല. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലുള്ളത്. അപ്പോൾ വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷേ വാസ് അല്ല അവിടെ അപ്രോപ്രിയേറ്റ്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഏതാണ്? വേറാണ്. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഗെയിൻ എഡിറ്റിംഗ് ആണ്. 4 എറേഴ്സ് തന്നിട്ടുണ്ട്. നോക്കാം. Chimamanda Ngozi Adichie is a storyteller which has carved a niche for herself in the literary world. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ചിമമാണ്ട അങ്കോസി അഡിച്ചിയെ കുറിച്ച് പറയുമ്പോൾ വിച്ച് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ബിക്കോസ് അഡിച്ചി ഈസ് എ പേഴ്സൺ. സോ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഏതാണ്? ഹൂ ആണ്. നെക്സ്റ്റ്, ഇൻ ഹർ സ്പീച്ച് ഷീ ക്ലിയർ ഡ്വെൽസ് അപ്പോൺ. ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ആഡ്വേർബ് എന്ന് പലതവണ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഡ്വെൽസ് അപ്പോൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു വേർബ് കിടപ്പുണ്ട്. ഡ്വെൽസ് അപ്പോൺ എന്ന് പറഞ്ഞാൽ വേർബ് കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ വേർബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന ഇത് നിങ്ങൾക്ക് വീണ്ടും വേർബ് ആക്കാൻ പറ്റില്ല. വേർബും അടുത്തടുത്ത് വരില്ല. സോ ക്ലിയർ എന്നുള്ളവരെ ക്ലിയേഴ്സ് എന്നൊന്നും ആക്കരുത്. അത് ആഡ്വേർബ് ആണ്. സോ ക്ലിയർ എന്ന് മാറ്റിയിട്ട് എന്താക്കിക്കൊള്ളണം? ക്ലിയർലി എന്നാക്കണം. എങ്ങനെ? ഡ്വെൽസ് അപ്പോൺ. സോ അത് ഡേഞ്ചേഴ്സ് ഓഫ് സിംഗിൾ സ്റ്റോറിയെ കുറിച്ച് പറയുന്നു എന്ന് ഇലാബറേറ്റ് ചെയ്യുന്നു, ഡീറ്റെയിൽ ചെയ്യുന്നു. സോ എങ്ങനെ? ക്ലിയർലി, വളരെ വ്യക്തമായി എന്നുള്ള അർത്ഥത്തിൽ. സോ ഇതൊരിക്കലും വേർബായിട്ട് കണക്കാക്കരുത്. ദിസ് ഈസ് ആൻ ആഡ്വേർബ്. നെക്സ്റ്റ്, citing her own personal experiences, she states that single stories were not untrue. അപ്പം നിങ്ങളല്ലേ സാർ പറഞ്ഞേ സിംഗിൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കഥകളാണ്. സോ ഒറ്റ കഥകൾ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. ഒറ്റ കഥയല്ലല്ലോ, സിംഗിൾ സ്റ്റോറി അല്ലല്ലോ, സിംഗിൾ സ്റ്റോറീസ് അല്ലേ. അപ്പോൾ പിന്നെ വേറെ തന്നെയല്ലേ പ്ലൂരൽ? അല്ല, ഇവിടെ വേറല്ല വരേണ്ടത്. എന്താ വരേണ്ടത്? ആറാണ് വരേണ്ടത്. കാരണം ഈ പാസേജ് മുഴുവൻ എന്തിലാണുള്ളത്? നോക്കിക്കോ, ഈ പാസേജ് മുഴുവൻ ഈസ്, ഹാസ്, ഡ്വെൽസ് അപ്പോൺ, ഇതൊക്കെ പ്രസൻറ്റ് ടെൻസിലാണുള്ളത്, V1 ഫോമിലാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഓക്സിലറി വെർബ് പറ്റില്ല, പ്രസൻറ്റ് ടെൻസ് വേണം. സോ സിംഗിൾ സ്റ്റോറീസ്, ഒറ്റ കഥകൾ. ഒറ്റ കഥയല്ല, സിംഗിൾ സ്റ്റോറി അല്ല, സിംഗിൾ സ്റ്റോറീസ് ആണ്. അപ്പോൾ അവിടെ അപ്രോപ്രിയേറ്റ് എന്നാണ്? ആറാണ്. അടുത്തത്, ബട്ട് ഇൻകംപ്ലീറ്റ്. സിംഗിൾ സ്റ്റോറീസ് മേക്സ്. സിമ്പിൾ. സിംഗിൾ സ്റ്റോറീസ് മേക്സ് അല്ല, സിംഗിൾ സ്റ്റോറീസ് മേക്ക് ആണ്. കാരണം സിംഗിൾ സ്റ്റോറീസ് എന്നുള്ളത് എന്താണ്? പ്ലൂരലാണ്. പ്ലൂരലിൻ്റെ കൂടെ എന്തേ പറ്റുള്ളൂ? മേക്കേ പറ്റുള്ളൂ, മേക്സ് പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. വീണ്ടും എഡിറ്റിംഗ്. 2017 സെക്കൻഡ് പേപ്പർ ഇതിൽ എഡിറ്റിംഗ് ആണ് വന്നത്. അഡിച്ചി ടോക്ക് അബൌട്ട് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഇൻ ഹെർ സ്പീച്ച്. ഉറപ്പായിട്ടും അല്ല. കാരണം എന്താ? ഇവിടെയൊക്കെ നോക്കി, ഇതൊക്കെ പ്രസൻറ്റ് ടെൻസ് അല്ല, ടെൽസ് എന്നുള്ളത് അല്ലേ? പിന്നെന്താ ഉള്ളത്? അവിടെ ടെൽസ് എന്നേ ഉള്ളൂ അല്ലേ? യെസ്, ഇതാ ഇവിടെ മേക്സ് എന്നുള്ള എല്ലാം പ്രസൻറ്റ് ടെൻസിലാണുള്ളത്. പ്രസൻറ്റ് ടെൻസ് ആക്കി ഇതും പ്രസൻറ്റ് ടെൻസിലാണുള്ളത്. പക്ഷേ അതിച്ച് ടോക്ക് എന്ന് പറയൂല. അതിച്ച് എന്തേ പറയുള്ളൂ? ടോക്സ് എന്നേ പറയുള്ളൂ. കാരണം അതിച്ച് സിംഗുലർ ആണ്. അപ്പോൾ ടോക്സ് ആണ് എന്ത്? സിംഗുലർ വേർബ്. അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ പോയിട്ട് ടോക്ക്ഡ് ഒന്നും ആക്കരുത്. കാരണം ഇവിടെ എല്ലാം പ്രസൻറ്റ് ടെൻസിലാണുള്ളത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താ? സിംഗുലർ അല്ല എന്നുള്ള പ്രശ്നമാണ്. സോ അതിച്ച് ടോക്സ് അബൌട്ട് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഇൻ ഹെർ സ്പീച്ച്. ഷീ ടെൽസ് us that it is not a single story dash many stories make a human being. അത് കുറച്ച് ട്രിക്കിയാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കി. അതിച്ച് പറയുന്നു എന്ത്? സിംഗിൾ സ്റ്റോറി അല്ല, ഡാഷ്
പല സ്റ്റോറീസ്, ഒരുപാട് കഥകളാണ് മനുഷ്യന്മാരുണ്ടാക്കുന്നത്. സിംഗിൾ സ്റ്റോറി അല്ല, അവിടെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസാണ്. അപ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗിൾ സ്റ്റോറീസ് അല്ല, പക്ഷേ സിംഗിൾ സ്റ്റോറീസ് അല്ല ബട്ട്, പക്ഷേ മെനി സ്റ്റോറീസ്. അപ്പോൾ ആൻഡിന് പകരം എന്ത് എഴുതണം? ബട്ട് എഴുതണം. അടുത്തത്, ഇഫ് വി ലിസൺ ടു എ സിംഗിൾ സ്റ്റോറി വി വിൽ ഹാവ് ഓൺലി എ ഡിസ്റ്റോർട്ടഡ് പെർസ്പെക്റ്റീവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇഫ് ക്ലോസ് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, ഈ സെൻറ്റൻസ് മുഴുവൻ പ്രസൻറ്റ് ടെൻസിലുള്ളത്, അപ്പോൾ പിന്നെ ലിസൺഡ് പ്രസൻറ്റ് ടെൻസിലേക്ക് മാറ്റണം. ഇനി അല്ല, ഇത് ഇഫ് ക്ലോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ക്ലോസ് നോക്കിയേ, വിൽ പ്ലസ് V1 ആണ്. അപ്പോൾ ഇഫ് ക്ലോസിന് എന്താ വരേണ്ടത്? V1 ആണ് വരേണ്ടത്. അപ്പോൾ ഇഫ് വി ലിസൺഡ് എന്നുള്ളത് മാറിയിട്ട് ഇഫ് വി ലിസൺ എന്ന് വേണോ ലിസൺസ് എന്ന് വേണോ? ലിസൺ മതി. കാരണം എന്താ? ഇവിടെ വി ആണുള്ളത്, ഇവിടെ പ്ലൂരൽ ആണുള്ളത്, അപ്പോൾ ഇവിടെയും പ്ലൂരൽ, ലിസൺ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആൻസർ ലിസൺ ആണ്. അടുത്തത്, we will have a single distorted perspective of a person. According to her, the single story is not only create ആണോ creates ആണോ? ക്രിയേറ്റ്സ് ആണ്. കാരണം എന്താ? സിംഗിൾ സ്റ്റോറിയാണ്, സിംഗുലർ ആണ്. സിംഗുലറിൻ്റെ കൂടെ ക്രിയേറ്റ് വേണ്ട, ക്രിയേറ്റ്സ് ആണ് വേണ്ടത്. ഇനി അടുത്തത്, സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോ ടൈപ്സ് ബട്ട് ഓൾസോ മേക്സ് വൺ സ്റ്റോറി ബിക്കെയിം എന്നുള്ളത് എന്താവും? ബിക്കെയിം എന്നുള്ളത് ബിക്കം എന്നാവും. ബിക്കംസ് അല്ല, ബിക്കം. കാരണം എന്താ? ഇവിടെ ഓൾറെഡി മേക്സ് ഉണ്ട്. സോ മേക്സ് ബിക്കം, വൺ സ്റ്റോറി ബിക്കം. വൺ സ്റ്റോറി ബിക്കംസ് അല്ല, വൺ സ്റ്റോറി എന്താണ്? ബിക്കം ദ ഓൺലി സ്റ്റോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രപ്പോസിഷൻസ് ആണ്. നോക്കൂ, അതിച്ചി ഈസ് എ സ്റ്റോറി ടെല്ലർ. ഇതിൽ ഏത് പ്രപ്പോസിഷൻ അവിടെ ചേരുക? ഹൂ കംസ് ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലി. ഹെർ ഫാദർ ബീങ് എ പ്രൊഫസർ ഷീ ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണോ ആൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണോ? എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. കാരണം യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട് ഏതാണ്? യാണ്, അല്ലാതെ ഊ അല്ല. യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ പറയുക, യൂണിവേഴ്സിറ്റി എന്നല്ലേ പറയുക. അതുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ആൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തത്. അടുത്തത്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ ഈസ്റ്റേൺ നൈജീരിയ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത് സാർ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റാണ്, ഈ ചോദ്യം തെറ്റി, ഇനി നിങ്ങൾക്ക് ഏത് ഗ്രാമർ ക്വസ്റ്റ്യൻസ് വേണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. സാർ 6 ക്വസ്റ്റ്യൻസ് എന്നല്ലേ പറഞ്ഞതാ? സാർ 5 ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഹിയർ കംസ് ദ ഹീറോ. നോക്കൂ, ഈ ഗ്രൂപ്പിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. 2017 അത്രയും പിറകിൽ സെക്കൻഡ് ടേം എക്സാമിനേഷന് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ നിന്ന് കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദിച്ചു. നമുക്ക് നോക്കാം. റൂംമേറ്റും അതിച്ചിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. റൂംമേറ്റ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്, വെൽക്കം ടു ദ റൂം. അല്ലേ, റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിച്ചി പറയുന്നു താങ്ക് യു. റൂംമേറ്റ്, ഐ ആം കാതറിൻ, എൻ്റെ പേര് കാതറിൻ ആണ്. യു ആർ അതിച്ചി, നീ അതിച്ചിയാണ് അല്ലേ? സോ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സോ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വേർബ് എടുത്ത് എഴുതുന്നു. ഓക്സിലറി വേർബ് ആറാണ്. യു ആർ അതിച്ചി പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ആറിൻ്റെ കൂടെ ഞാൻ നോട്ട് ആഡ് ചെയ്യുന്നു. എൻ അപ്പോസ്ട്രോഫി ടി ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, സെൻറ്റൻസിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റ് എഴുതുക. സോ ഒന്നാമത്തെ ആൻസർ എന്താണ്? R ആണ്. ഒന്നാമത്തെ ആൻസർ എന്താണ്? സംശയമൊന്നുമില്ലല്ലോ. എന്താണ്? R ആണ്. കറക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത്, യെസ് ഐ ആം, ഞാൻ അതിച്ചിയാണ്. അപ്പോൾ റൂംമേറ്റ് പറയുന്നു യു കം ഫ്രം നൈജീരിയ, നീ നൈജീരിയ എന്നാണ് വരുന്നത് അല്ലേ? വീണ്ടും ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നിട്ടില്ല? ഓക്സിലറി വേർബ് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ മെയിൻ വേർബ് എടുക്കുന്നു. മെയിൻ വേർബ് ഏതാ? കം ആണ്. കം എന്ന് പറഞ്ഞാൽ എന്താ? കം എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് ബേസ് ഫോം, ഡു പ്ലസ് കം ആണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഡു ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ആഡ് ചെയ്യുന്നു. സബ്ജക്റ്റ് യു ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് ഡോണ്ട് യു. ആൻസർ കറക്റ്റ് ആയിരിക്കും വിചാരിക്കുന്നു. ഇല്ലാത്ത ആൾക്കാർ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, യെസ് ഐ ഡു. അപ്പോൾ റൂംമേറ്റ് പറയുന്നു ഐ ആം എ ബിറ്റ് കൺഫ്യൂസ്ഡ്, നിങ്ങൾ നൈജീരിയൻ ആണല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതിച്ച് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ്സിലും നോയിലും അല്ല. അപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും അതിച്ച് ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ഇതെവിടെ കൺഫ്യൂസ്ഡ് എന്ന് എൻഡ് ചെയ്യുന്നില്ല ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. വൈ ആർ യു കൺഫ്യൂസ്ഡ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്? ചോദിച്ചോളൂ, പറഞ്ഞോളൂ. അപ്പോൾ റൂംമേറ്റ് പറയുന്നു യു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ, നീ ഇംഗ്ലീഷ് ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, എന്നിട്ട് ഇവിടെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ദിസ് ഇസ് നോട്ട് ക്വസ്റ്റ്യൻ ടാഗ്, ദിസ് ഇസ് എ WH ക്വസ്റ്റ്യൻ. കാരണം എന്താ? ഇതിൻ്റെ ആൻസർ അല്ല യെസ് നോ ഒന്നുമില്ല. ഇതിൻ്റെ ആൻസർ എന്താ നോക്കിയേ? ഐ ഡു സോ ബിക്കോസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് നൈജീരിയ ഇസ് ഇംഗ്ലീഷ്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് നൈജീരിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. ഐ ഡു സോ ബിക്കോസ്, ഇങ്ങനെ കാരണം പറയാണ്. അപ്പോൾ ബിക്കോസ് ആണ് തുടങ്ങുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഹൗലായിരിക്കും. ഹൗ ഡു, ഇതാ ഇവിടെ ഡു ഉണ്ട് അല്ലേ? ഹൗ ഡു
യു സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹൗ ഡു യു ഡു എന്ന് ഹൗ ഡു യു ഡു ദാറ്റ് എന്ന് ചോദിച്ചാൽ മതി. ഹൗ ഡു യു ഡു ദാറ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ചോദിക്കുമ്പോൾ ഹൗ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഗംഭീരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അപ്പോൾ പറയാണ് ഐ ഡു സോ ബിക്കോസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് നൈജീരിയ ഈസ് ഇംഗ്ലീഷ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൂംമേറ്റ്, റിയലി? ശരിക്കും? ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്, അല്ലേ? ഓ ശരിക്കും എനിക്കത് അറിയാമായിരുന്നെങ്കിൽ, നൈജീരിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ ഡാഷ്. അപ്പോൾ ദിശു പറയുന്നു ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ആ ചോദ്യം? നോക്കൂ, ഇങ്ങനെയാണ് റൂംമേറ്റ് ചോദിക്കുന്നത്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്, ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതെന്താ സാധനം? ഇത് ഹാഡ് നോൺ ആണ്. ഹാഡ് നോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1. ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവും? ഇതാണ് അടുത്ത ചോദ്യം. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്, എനിക്കത് അറിയാമായിരുന്നെങ്കിൽ, അപ്പോൾ അതിച്ചിയുടെ ആൻസർ ഇറ്റ്സ് ഓൾ റൈറ്റ്, അത് കുഴപ്പമില്ല എന്നാണ്. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്കത് അറിയാമായിരുന്നെങ്കിൽ ഞാനത് ചോദിക്കില്ലായിരുന്നു. അല്ലേ, നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഞാൻ തെറ്റിദ്ധരിച്ചു, ഐ എം സോറി, എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാനത് ചോദിക്കില്ലായിരുന്നു. എങ്ങനെയാണ് പറയുക? ഞാൻ ചോദിക്കില്ലായിരുന്നു. വുഡ് ചോദിക്കില്ല എന്നല്ലേ വേണ്ട, അപ്പോൾ വുഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. ഐ വുഡിൻറ്റ് ഹാവ്, ചോദിക്കുക, ആസ്ക്, ആസ്കിൻ്റെ V3 ആസ്കഡ്. ഐ വുഡിൻറ്റ് ഹാവ് ആസ്കഡ് ദാറ്റ്. ദ ഫൈനൽ ആൻസർ എന്താണ്? അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ പറയേണ്ടത്? ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്. ഇനി വേണമെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേറെ എന്തും മതി കേട്ടോ. ഐ വുഡിൻറ്റ് ഹാവ് ആസ്കഡ് ദാറ്റ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒറ്റ വീഡിയോ, അതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? പരീക്ഷകളൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട്. ഗംഭീരമായി നമുക്ക് ആ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഇംഗ്ലീഷും ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നാച്ചു സാർ ഏറ്റ കാര്യമാണ്. സോ അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സോ പീപ്പിൾ, താങ്ക് യു. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. Happy learning everybody. Bye.